ഹലോ നമസ്കാരം. ഈ പുഴയും കടന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ജപ്തി നോട്ടീസ് ബാങ്കുകാർ കൊണ്ടുപോയി കൊടുക്കുകയാണ് ശാരദയ്ക്കും മക്കൾക്കും. ആ ജപ്തി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസ് കണ്ടിട്ട് ഇവരാകെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ജയപാലനെ വിളിക്കുമ്പോൾ ജയപാലൻ ഞാൻ നാട്ടിലില്ല, ഞാൻ ഗുരുവായൂർ പോയേക്കാണ്, വന്നിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ശാരദയും മക്കളും അതുപോലെ മുത്തശ്ശിയും ഒക്കെ. ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ കാവേരി പറയുന്നുണ്ട്, ഈ അങ്കിൾ നാളെ വരട്ടെ, അങ്കിൾ വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, അങ്കിളിന് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും എന്ന് പറയുകയാണ്. ആ സമയത്താണെങ്കിൽ യമുനയാണെങ്കിലോ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. കാരണം വിശാലിനെ ഫോൺ ചെയ്തിട്ട് വിശാലിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരം ജയപാലൻ അങ്കിൾ എവിടെയും പോയിട്ടില്ല, നാട്ടിൽ തന്നെയുണ്ട്, വീട്ടിലുണ്ട് എന്നുള്ള കാര്യം യമുന എങ്ങനെ പറയുമെന്നോർത്ത് ആശങ്കപ്പെട്ടിരിക്കുകയാണ്. കാരണം വിശാലിനെ വിളിച്ചത് എന്തിനാണെന്നൊക്കെ പറയേണ്ടി വരുമല്ലോ, അതുകൊണ്ട്. പക്ഷേ പറയാതിരിക്കാനും വയ്യ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് യമുന പറയുന്നുണ്ട്, ജയപാലൻ അങ്കിൾ എവിടെയും പോയിട്ടില്ല ചേച്ചി, ഇവിടെ തന്നെ വീട്ടിലുണ്ട് എന്ന് പറയുകയാണ്. നിന്നോട് ആര് പറഞ്ഞു? ജയപാലൻ അങ്കിൾ വീട്ടിലില്ല, ഗുരുവായൂർ പോയേക്കാണെന്നല്ലേ ജയപാലൻ അങ്കിളെ വിളിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ നിന്നോട് ആര് പറഞ്ഞു വീട്ടിലുണ്ടെന്ന്? നീ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ശാരദയും അതുപോലെ കാവേരിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. ശാരദ ഇങ്ങനെ ദേഷ്യപ്പെട്ടോണ്ട് ചോദിക്കുമ്പോൾ അത് നിനക്ക് ഇങ്ങനെ അറിയാം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ഗംഗ. അത് ഞാൻ സ്കൂളിൽ ലീവാണ്, കോളേജിൽ ലീവാണ് എന്നുള്ള കാര്യം പറയാനായിട്ട് ഞാൻ വിശാലിനെ വിളിച്ചിരുന്നു. ആ സമയത്ത് വിശാലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജയപാലൻ അങ്കിൾ ആരോടോ സംസാരിക്കുന്നത്, പ്രവീൺ ആൻറ്റിയോട് സംസാരിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു എന്ന് പറയണം. ഓ, നീ വേറെ ആരുടെങ്കിലും സൗണ്ട് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക, ജയപാലേട്ടൻ ഇവിടെ നാട്ടിലൊന്നും ഉണ്ടാവത്തില്ല, ഉണ്ടെങ്കിൽ ഉടനെ വിളിച്ചപ്പോൾ തന്നെ ഓടി വരേണ്ടതാണ് എന്ന് പറയുകയാണ് ശാരദ. അപ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുക, അവൾ പറയട്ടെ എന്ന് കാവേരി ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്. നീ പറ, നീ കേട്ടത് അങ്കിളിൻ്റെ സൗണ്ട് തന്നെയാണോ? അതെ, ഞാൻ കേട്ടത് അങ്കിളിൻ്റെ സൗണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഞാൻ വിശാലിനോട് ചോദിക്കുകയും ചെയ്തു, അങ്കിൾ ഇന്ന് ഗുരുവായൂർ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ ഇന്ന് എവിടെയും പോയില്ല, രാവിലെ മുതൽ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയണം. നീ വേറെ ആരുടെങ്കിലും സൗണ്ട് ആയിരിക്കും കേട്ടത്, അവൻ ചിലപ്പോൾ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും, ജയപാലേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓടി വരേണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അതുതന്നെയാണ് അമ്മ എൻ്റെ സംശയം, വീട്ടിലുണ്ടായിട്ട് പിന്നെ വീട്ടിലില്ല എന്ന് പറയേണ്ട കാര്യം എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ജയപാലനെ സംശയിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാവേരിയും ഗംഗയും സംസാരിക്കുന്നത്. അപ്പോൾ ശാരദ പറയുന്നുണ്ട്, ദേ നീ വേണ്ടാത്ത വർത്താനം പറയരുത്, ഞാനും നിങ്ങളൊക്കെ കാണുന്നതിന് മുൻപേ ഉള്ള കൂട്ടുകെട്ടാണ് അച്ഛനും ജയപാലേട്ടനും തമ്മിൽ, അവരെ തമ്മിൽ ഇങ്ങനെ ഒരു സംശയം വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് ആര് സംശയിച്ചു അമ്മേ? പിന്നെ വീട്ടിലുണ്ടായിട്ട് വീട്ടിലില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണമല്ലേ ചോദിച്ചുള്ളൂ എന്ന് പറയണം. അതിന് തക്കതായ കാരണം എന്തെങ്കിലും ജയപാലേട്ടൻ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും വേണ്ടില്ല, പിറ്റേ ദിവസം തന്നെ കാവേരി ജയപാലനെ കാണാനായിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. കാവേരി പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയിട്ട് അങ്കിളിനെ കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ ഗംഗ പറയുന്നുണ്ട്, ഞാനും കൂടി വരാം എന്ന് പറയാണ്. അങ്ങനെ കാവേരിയും ഗംഗയും കൂടിയിട്ട് ജയപാലനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി ജയപാലിനെ കാണാൻ പോയ സമയത്ത് തന്നെ അരവിന്ദിൻ്റെ വീട്ടിലേക്ക് വീണ്ടും ബാങ്കുകാർ വരുന്നുണ്ട്. യമുനയും ശാരദയും നിളയും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുള്ളത്. അവർ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവരിങ്ങനെ പുറത്ത് വന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ യമുനയാണ് ഡോറ് തുറക്കുന്നത്. എന്താ എന്ന് ചോദിക്കുമ്പോൾ ലോൺ അടയ്ക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ നിങ്ങൾ എന്താ വന്ന് പറഞ്ഞിട്ട് ലോൺ അടയ്ക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ യമുന പറയുന്നുണ്ട്, ഇന്നലെയല്ലേ വന്ന് പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ ശാരദയും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം സാർ. അപ്പോൾ ആ ഓഫീസേഴ്സ് ഒരാൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ നേരിൽ വന്ന് ലെറ്റർ തന്നതല്ലേ, അതിനു മുൻപേ ബാങ്കിൽ നിന്നും എത്ര ലെറ്റേഴ്സ് അയച്ചിരിക്കുന്നു, എത്ര കോള് വിളിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യമുന പറയാണ്, സാർ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് ഒരു ലെറ്ററും കിട്ടിയിട്ടില്ല. ആ സമയത്ത് ഓഫീസർ പറയുന്നുണ്ട്, ഇത് എല്ലാവരും പറയുന്നതാണ്, ഇതേ നോക്ക്, വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് കൂടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കണം. ഇതേ കോർട്ട് ഓർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസർ അവരുടെ നേരെ കോർട്ട് ഓർഡർ നീട്ടുകയാണ്. യമുന ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ, അത് ഇന്നലെ വന്ന് പറഞ്ഞിട്ട് ഇന്ന് ജപ്തി ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കോർട്ട് ഓർഡർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങണം എന്ന് പറയണം. ശാരദ പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ വീടാണ്, ഇത് വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്, നിങ്ങൾ എന്താ ആളെ കളിയാക്കുകയാണോ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്ക്, ഞങ്ങൾ വീട്ടിൽ നിന്നും ഇറങ്ങത്തില്ല, എന്നത് ഞങ്ങളുടെ വീടാണ് എന്ന് പറഞ്ഞ് ശാരദ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സ്റ്റെപ്പിൽ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്.
ആ സമയത്ത് യമുന പറയുന്നുണ്ട്, അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അമ്മ ഒന്ന് ഇവിടുന്ന് എഴുന്നേൽക്ക് എന്ന് പറയണം. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചിട്ട് ഒരാഴ്ച പോലും ആയില്ല. ഇപ്പോൾ നിങ്ങൾ വന്ന് പറഞ്ഞാൽ, വീട് വിട്ട് പോകണമെന്നൊക്കെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ എന്ന് ഓഫീസർ പറയുമ്പോൾ ശാരദ ചോദിക്കുന്നുണ്ട്, എവിടെ പോകണം? പെൺകുട്ടികളെയും കൂട്ടിയിട്ട് ഈ അമ്മയും കൂട്ടിയിട്ട് നടു റോഡിലേക്ക് ഇറങ്ങി പോകണോ ഞാൻ? അരവിന്ദേട്ടൻ ലോൺ അടവെല്ലാം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടാകും, അതെനിക്കറിയാം. അരവിന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളെയല്ല. ഞങ്ങൾ ഒരിക്കലും പെരുവഴിയിലേക്ക് ഇറക്കി വിടത്തില്ല അരവിന്ദേട്ടൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണോ നിങ്ങൾ ഇറങ്ങി പോവാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ യമുന ചോദിക്കുകയാണ്, അമ്മ എന്തായി പറയുന്നത്? സാർ, ഞങ്ങൾക്കൊരു ലെറ്ററും വന്നിട്ടില്ല. നിങ്ങൾ വന്ന് ഇന്നലെ പറഞ്ഞ സമയത്താണ് ഈ വീട് ലോണിലാണ് എന്നുള്ള കാര്യം പോലും ഞങ്ങൾ അറിഞ്ഞത് എന്ന് പറയണം യമുന. സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണോ? എൻ്റെ മകൻ ജീവനോടെ ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ദേ നോക്ക്, മര്യാദയ്ക്കാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മര്യാദയിൽ നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. പോലീസിനെ വിളിച്ച് വരുത്തിക്കൊണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കും, എന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വലിച്ചു വാരി പുറത്തേക്ക് എടുത്ത് എറിയും എന്ന് പറയാണ്. ആ സമയത്ത് ശാരദ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യും നിങ്ങൾ? ഞങ്ങൾ ഇറങ്ങിപ്പോകില്ല, ഇത് ഞങ്ങളുടെ വീടാണ്. ഇപ്പോൾ ഞങ്ങളുടെ ജയബാലേട്ടൻ വരും, ജയബാലേട്ടനുമായിട്ട് സംസാരിക്കാം. യമുന, നീ ചേച്ചിയെ ഫോണിൽ വിളിച്ച് പറ. ഓഫീസർ പറയണം, നിങ്ങളുടെ ഡ്രസ്സ്, ആഭരണങ്ങൾ, പണം, അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എല്ലാം എടുക്കുന്നതിന് നിങ്ങൾക്ക് 1 മണിക്കൂർ സമയം തരാം. അതെല്ലാം എടുത്തുകൊണ്ട് ഇറങ്ങാൻ നോക്ക്. അതിനുള്ളിൽ നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ വീട്ടിനകത്തുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വെളിയിലേക്ക് വലിച്ചിട്ടിറക്കും, വീട് പൂട്ടിയിട്ടിട്ട് പോകും എന്ന് പറയുമ്പോൾ ശാരദയ്ക്ക് ആകെ അങ്കലാപ്പാട്ടോ. ശാരദ ചോദിക്കാതെ, നിങ്ങൾ പൂട്ടുന്നത് വരെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കൂ, അതിനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. എല്ലാവരും അകത്തേക്ക് വന്നേ, അകത്ത് പോകാൻ എന്ന് പറഞ്ഞിട്ട് ശാരദ എല്ലാവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോയിട്ട് അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട് യമുന. അമ്മയെ, ചേച്ചി ജയബാലനങ്ങളെ കാണാൻ പോയതല്ലേ, അവർ പോയിട്ട് വരട്ടെ, അതുവരെ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ നീ പോടി അകത്തേക്ക് എന്ന് പറഞ്ഞ് യമുനയെ അകത്തേക്ക് കയറ്റിയിട്ട് ശാരദ ബാങ്കിൽ നിന്ന് വന്നവരോട് പറയണം, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്യേ. ഓഫീസർ പറയുന്നുണ്ട്, മാഡം ഇത് തെറ്റാണ്, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാൽ ബാങ്ക് ആക്ഷൻ എടുക്കും, നിങ്ങൾ കൂടുതൽ പ്രശ്നം വഷളാക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശാരദ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോ, ഇതെൻ്റെ ഭർത്താവ് എനിക്ക് തന്ന വീടാണ്, ഞാൻ ഇവിടെ നിന്ന് പോവില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോവുക എന്ന് പറഞ്ഞ് അകത്ത് കയറി വാതിലടയ്ക്കാണ് ശാരദ. അപ്പോൾ ബാങ്കിൽ നിന്ന് വന്ന ഓഫീസേഴ്സ് പറയുന്നുണ്ട്, മാഡം എന്ന് വിളിച്ച് ടെൻഷനോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, ഡോറ് തുറക്ക്, നിങ്ങളിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. തുടർന്ന് ജയപാലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗംഗയും കാവേരി കേട്ടോ. അവിടെയാണ് പിന്നീട് കാണിക്കുന്നത്. അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് പ്രവീണ. എന്നിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അനുജത്തിമാരെ നിങ്ങൾ വേണം സമാധാനിപ്പിക്കാൻ, എല്ലാം പഴയ പോലെ ആകാൻ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ധൈര്യമുള്ള കുട്ടികളല്ലേ, പുറം ലോകം എന്താണെന്ന് പോലും ശാരദയ്ക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നത്. ശാരദയെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം, അതൊരു പൊട്ടി പെണ്ണാണ്, പാവമാണ്, ഒരു കഥയും അറിയത്തില്ല ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ശാരദയുടെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദേട്ടനും മക്കളും മാത്രമായിരുന്നു. ആ ലോകത്ത് നിന്ന് ആകെ തനിച്ചായതുപോലെ ഒരു ശൂന്യതയിലാണ് ശാരദ നിൽക്കുന്നത്. നിങ്ങൾ വേണം ധൈര്യം കൊടുത്ത് നിങ്ങളുടെ അമ്മയെ മുന്നോട്ട് കൊണ്ടുവരാൻ എന്ന് പറയണം. ഈ സമയം അവിടേക്ക് ജയപാലൻ വരുന്നുണ്ട്. ഞാൻ അവിടേക്ക് വരാൻ ഇറങ്ങായിരുന്നു എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ശാരദ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് ജയപാലൻ. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, ബാങ്കിൻ്റെ കാര്യം എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് പറയുമ്പോൾ, എന്താ ബാങ്കിൻ്റെ കാര്യം എന്ന് ജയപാലൻ ചോദിക്കുക കേട്ടോ. ഇത് ഒന്നും അറിയാത്ത പോലെ, ഒരു പൊട്ടനെ പോലെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് പ്രവീണ പറയുന്നുണ്ട്, ജയപാലേട്ടാ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശാരദ പറഞ്ഞെന്ന് എന്ന് പറയുമ്പോൾ ജയപാലൻ ദേഷ്യത്തോട് കൂടിയിട്ട് പ്രവീണയെ നോക്കുകയാണ്. കാരണം കുട്ടികളുടെ മുന്നിൽ ഒരു പൊട്ടൻ കളിക്കാം എന്നുള്ള രീതിയിലാണ് നിന്നത്. ഗംഗയും കാവേരിയും ജയപാലനെ ഇങ്ങനെ പറയട്ടോ. ജയപാലൻ ചോദിക്കുന്നുണ്ട്, ജയപാലിനോട് പറയുന്നുണ്ട്, അങ്കിള് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, ഇതെന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ പ്രവീണയോട് ചോദിക്കുകയാണ്, നീ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോ എന്ന് പ്രവീണ പറയുമ്പോൾ ഞാൻ ചോദിച്ചു, വേണ്ടാന്നാണ് പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ജയപാലൻ പറയുന്നുണ്ട്, വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ടാന്ന് വെക്കണോ, കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എടുത്ത് കൊടുക്കുക എന്ന് പ്രദേശത്തോടു കൂടി പറയുമ്പോൾ അങ്കിളെ വേണ്ടാഞ്ഞിട്ടാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ, പ്രവീണെ നീ പോയി കൊണ്ടുപോവാ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ശരി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണ അകത്തേക്ക് പോകണം. അതായത് പ്രവീണയെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജയപാലൻ അങ്ങനെ പറഞ്ഞത്. ആ സമയത്ത് കാവേരി പറയുന്നുണ്ട്, അങ്കിൾ ബാങ്കിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്, വീടിൻ്റെ ലോൺ 8 മാസമായിട്ട് അടച്ചിട്ടില്ല, ജപ്തി ചെയ്യുമെന്നൊക്കെ പറയുന്നു, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ജയപാലൻ പറയാണ്, ലോൺ അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്യുമോ, അപ്പോൾ ഇത്രയും വർഷം ലോൺ അടച്ചതിന് എന്താ അർത്ഥം? ഗംഗ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കൃത്യമായിട്ട് ലോൺ അടയ്ക്കാറില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അമ്മയോട് എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറയുന്നു. അങ്കിളല്ലേ ബാങ്ക് ലോണെല്ലാം അടയ്ക്കാറുള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഗംഗ.
അപ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, അച്ഛന് കുറച്ച് നാളായിട്ട് ജോലിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പണം അയച്ചു തരാറുണ്ടായിരുന്നില്ല, പിന്നെ എങ്ങനെയാ ലോൺ അടയ്ക്കുക? ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് ഗംഗയും കാവേരിയും. ഗംഗ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സത്യമായിട്ടും അച്ഛൻ ലോൺ അടച്ചിട്ടില്ലേ? അച്ഛൻ എന്താ ഇത് ഞങ്ങളോട് പറയാഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. കാവേരി അങ്ങനെ ചോദിക്കുമ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, സന്തോഷം മാത്രമാണ് നിങ്ങൾക്ക് അരവിന്ദൻ തരാറുള്ളൂ, ദുഃഖവും സങ്കടവും എല്ലാം എന്നോടാണ് പറയാറുണ്ടായിരുന്നത്. ഗംഗ ചോദിക്കുന്നുണ്ട് ആ സമയത്ത്, ഇപ്പോൾ എന്താ ചെയ്യുക? അങ്കിള് ബാങ്കുകാർ ജപ്തി ചെയ്യുമെന്ന് പറയുന്നു അങ്കിളെ. അപ്പോൾ സമയത്ത് ജയബാലൻ പറയാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കിക്കോളാം അത് എന്ന് പറയുന്നുണ്ട്. കാവേരി പറയുന്നുണ്ട്, ബാങ്കുകാർ എന്തോ തെറ്റിദ്ധരിച്ച് വന്നതാണ്, അച്ഛൻ പണമെല്ലാം അടച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെയല്ലല്ലോ, ഞാൻ സംസാരിക്കാം, ബാങ്കുകാർ അങ്ങനെയല്ലേ പറയൂ, ഞാനില്ലേ നിങ്ങൾക്ക്. ഈ സമയം സ്നാക്സൊക്കെ ആയിട്ട് അവിടേക്ക് പ്രവീണ വരുന്നുണ്ട്. ഗംഗയുടെ ഫോണിലേക്ക് യമുന വിളിച്ചിട്ട് പറയാണ്, ചേച്ചി ബാങ്കിൽ നിന്നും വീണ്ടും വന്നിട്ടുണ്ട്, സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനാണ് അവർ പറയുന്നത്, വീട്ടിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുമ്പോൾ ചാടി എണീക്കാണ് ഗംഗ, അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട്. ഗംഗ ഫോൺ കട്ട് ചെയ്തിട്ട് കാവേരി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ബാങ്കിൽ നിന്നും ആളുകൾ വീണ്ടും വന്നിരിക്കുകയാണ്, തുണികളും അത്യാവശ്യ സാധനങ്ങളും എടുത്ത് ഇറങ്ങി പോകാനായിട്ട് പറയുകയാണ്, വീട് ജപ്തി ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കാവേരിയും പ്രവീണയും. പ്രവീണ ചോദിക്കുന്നുണ്ട്, ജയബാലേട്ട എന്താ ഇത്? ഗംഗ പറയാണ്, ജയബാലനങ്ങളെ ഞങ്ങൾ എന്താ ചെയ്യുക? ആ സമയത്ത് ജയബാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, ഗംഗേച്ചി വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഗംഗയും കൂട്ടിയിട്ട് കാവേരി അവിടെ നിന്ന് പോകുമ്പോൾ പ്രവീണ് ചോദിക്കുന്നുണ്ട്, എന്താ ജയബാലേട്ട ഇത്? ജയബാലേട്ടൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പോകാൻ മടി എന്ന് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയണം. പിന്നീട് കാണിക്കുന്നത് വിനീതും നിവിനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് വിനീതിൻ്റെ ഫോണിലേക്ക് വിളിച്ച് പറയാണ് നമ്മുടെ നീലക്കുട്ടി പറയുന്നുണ്ട്, ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്യാൻ വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് വിനീത്. നീല പറയുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു വിനീതേട്ടാ, ഉടനെ ഒന്ന് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരാം, മോള് കരയില്ലേ, വിനീതേട്ടൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് നിവിനെയും കൂട്ടിയിട്ട് പോവുകയാണ് വിനീത് അങ്ങോട്ടേക്ക്. അങ്ങനെ കാവേരിയുടെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് ശാരദയും മുത്തശ്ശിയും യമുനയും നിളയും ഒക്കെ ടെൻഷനോട് കൂടിയിട്ട് നിൽക്കുകയാണ്. ജനലിലൂടെ നോക്കുന്ന നിള കാണുന്നത് പോലീസുകാർ വീട്ടിലേക്ക് വരുന്നതും ബാങ്കുകാർ അവരോട് സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ കോർട്ട് ഓർഡറൊക്കെ കാണിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, ശാരദ പോലീസ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനെന്നുള്ള രീതിയിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. പോലീസുകാരാണെങ്കിൽ ആ കോർട്ട് ഓർഡർ വാങ്ങിയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ ഇവർക്കൊരു ആശ്വാസം തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവർ പുറകിലൂടെ അകത്തേക്ക് കയറി വരികയാണ്. വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പോലീസുകാർ ശാരദയോടും മുത്തശ്ശിനോടും യമുനയോടൊക്കെ ദേഷ്യപ്പെടുകയാണ്. ഓഫീസർ പറയുന്നുണ്ട്, കോർട്ട് ഓർഡർ അനുസരിച്ചേ പറ്റൂ, വീട്ടിൽ നിന്നും ഇറങ്ങണം. യമുന പറയുന്നുണ്ട്, അമ്മേ നമുക്ക് പോകാം വാ എന്ന് പറയുമ്പോൾ അങ്ങനെ മുത്തശ്ശിയും ശാരദയും ഒക്കെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അവർ ആദ്യം പോകാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ വീടാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് പറയുന്ന ഓഫീസർ. അങ്ങനെ വാതിൽ തുറന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് യമുന. അങ്ങനെ ശാരദ വാതിലിൻ്റെ അരികിലേക്ക് നീങ്ങുമ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എത്ര നേരമായി പറയുന്നു ഇറങ്ങിപ്പോവാൻ, നിങ്ങൾ എന്താ വിചാരിച്ചത്? വെറുതെ സമയം കളയാതെ ഇറങ്ങിപ്പോകാൻ നോക്ക്. അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. ആ സമയത്ത് വിനീതും നിവിനും അവിടേക്ക് വരുന്നുണ്ട്. അവർ ശാരദയായിട്ട് സംസാരിക്കുകയാണ്. ബാങ്കിൽ നിന്ന് വന്നവരോടും പോലീസുകാരോടൊക്കെ സംസാരിക്കുകയാണ് നിവിൻ പറയുന്നത്. അങ്ങനെ ഇവരെ ഒക്കെ പുറത്താക്കിയിട്ട് വാതിലൊക്കെ പൂട്ടിയിട്ടോ. ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിവിൻ പറയുന്നുണ്ട്, ഇത് കുറച്ച് ഓവറാണ് സാർ, ഇങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാൽ ഇവർ എവിടെ പോകും? പോലീസ് ഓഫീസർ പറയണം, ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കണം, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോയാൽ നന്നായേനെ എന്ന് പറയണം. നിവിൻ പറയുന്നുണ്ട്, ഈ വീടിൻ്റെ ഗൃഹനാഥൻ മരിച്ചതേ, അവരെ നോക്കുക, അവർക്കൊന്നും അറിയില്ല, അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം മരിച്ചുപോയ ഗൃഹനാഥനെ അറിയത്തുള്ളൂ, ഇവർക്ക് ആർക്കും ഈ ലോണിന് എവിടെയാണെന്നുള്ള കാര്യം പോലും അറിയില്ല. ഈ സമയം അവിടേക്ക് ഓടി വരുന്നുണ്ട് ഗംഗയും കാവേരിയും കൂടെ. പോലീസ് ഓഫീസർ പറയാണ്, ഈ വീടിന് വേണ്ടി ഈ ഒരു ദിവസം മുഴുവൻ ഇവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, നിങ്ങൾ എടുക്കേണ്ട സാധനങ്ങൾ എടുത്ത് ഇറങ്ങിപ്പോകാം എന്ന് പറയണം. ചത്താലും പോവില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ശാരദ. അങ്ങനെ പോലീസ് ഓഫീസർ വന്ന് പറയുന്നുണ്ട്, ഇതേ നോക്ക്, ഞങ്ങൾക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയണം. ഞാൻ വീട് വിട്ട് പോവില്ല എന്ന് ശാരദ എങ്ങനെ പറയണം, എനിക്ക് പോകാൻ ഒരു സ്ഥലമില്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശാരദ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് കോൺസ്റ്റബിൾ ശാരദയെ തടയാണ്. വിനീതും യമുനയും ഗംഗയും കാവേരിയും എല്ലാം ശാരദയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. കാവേരി പറയുന്നു, സാർ ഇന്നലെയാണ് ബാങ്കിൽ നിന്നും വന്ന് പറഞ്ഞത്, ഈ വീട് ലോണിലാണെന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് ഇന്നലെയാണ് അറിയാൻ കഴിഞ്ഞത്, പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിവിൻ പറയുന്നുണ്ട്, സാർ അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സമയം തരണം,
ഒരാഴ്ച സമയം എന്ന് പറയുമ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, ബാങ്ക് ഓഫീസർ പറയുകയാണ്, ഇതേ നോക്ക്, ഞങ്ങൾ ഈ വീട് എടുത്തു കൊണ്ട് പോകുന്നില്ല, ഇടിക്കാനും പൊളിക്കാനും ഒന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ശാരദ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, ഇടിക്കുമോ? നിങ്ങളൊന്ന് ഇടിച്ചിട്ട് കാണട്ടെ, ഈ വീട്ടിലെ ഓരോ കല്ലിലും എൻ്റെ ഭർത്താവിൻ്റെ രക്തമുണ്ട്, എൻ്റെ ശവത്തിൽ ചവിട്ടിയാലേ നിങ്ങൾക്ക് ഈ വീട് ഇടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും ഇടിക്കില്ല എന്ന് പറയണം. അപ്പോൾ ബാങ്ക് ഓഫീസർ പറയണം, മാഡം വീട് ഇങ്ങനെ തന്നെ ഉണ്ടാകും, നിങ്ങൾ ബാങ്കിൽ അടയ്ക്കാനുള്ള പണം അടച്ചാൽ വീട് തിരിച്ചു കിട്ടും, പണം അടയ്ക്കാനുള്ള സമയത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീട് ഞങ്ങൾ ലേലത്തിൽ വെക്കും എന്ന് പറയണം. ഈ സമയത്താണ് ഒരു ഫയലൊക്കെ ഇപ്പോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ജയപാലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ യമുന പറയുന്നുണ്ട്, അങ്കിളെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ ശാരദയും പറയണം, ജയപാലേട്ടാ ഞങ്ങളുടെ അവസ്ഥ നോക്ക്, അരവിന്ദേട്ടൻ ഉള്ളപ്പോൾ ഞങ്ങളെ മഹാറാണികളെപ്പോലെയാണ് നോക്കിയിരുന്നത്, അരവിന്ദേട്ടൻ പോയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ കണ്ടോ, തെരുവിൽ ഇറങ്ങേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, ശാരദ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളോട് പോലീസ് ഓഫീസറോട് സംസാരിക്കുകയാണ്. ജയപാലനാണ് സാർ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ അറിയാം, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാർ, ഇത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കോർട്ട് ഓർഡർ കാണിക്കുകയാണ്. ബാങ്ക് ഓഫീസർ പറയുന്നുണ്ട്, ഇനി സംസാരിക്കാൻ സമയമില്ല സാർ, ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങാൻ പറ, വീട് പൂട്ടി സീൽ വെക്കണം എന്ന് പറയണം. ജയപാലൻ വിഷമത്തോട് കൂടിയിട്ട് ശാരദയോടും മുത്തശ്ശിയോടെയൊക്കെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ശാരദയും ചോദിക്കുന്നുണ്ട്, ജയപാലേട്ട എന്താ ഇത്, അരവിന്ദേട്ടൻ ലോൺ അടച്ചിട്ടില്ലേ, ഇവർ പറയുന്നതെല്ലാം സത്യമാണോ, അരവിന്ദേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയണം. ജയപാലൻ പറയുന്നുണ്ട്, ശാരദ വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞോ, അരവിന്ദൻ പണം അടച്ചിട്ടില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കണം. നിവിൻ പറയുന്നുണ്ട്, തൽക്കാലം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ, ഉറപ്പായും നിങ്ങൾക്ക് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാം. ആ സമയത്ത് ജയപാലൻ പറയുന്നുണ്ട്, ശാരദ ഇപ്പോൾ അകത്ത് കയറിയിട്ട് സ്വർണം, പണം, പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ഡ്രസ്സ് ഇതെല്ലാം എടുത്തുകൊണ്ട് വാ, വിനീതയെ പറഞ്ഞു മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് വിനീതിനോട് പറയണം. അങ്ങനെ കാവേരി അതൊക്കെ പോയി എല്ലാം എടുക്കുക എന്ന് പറയാണ് കാവേരിയോട്. അങ്ങനെ ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് ഗംഗയും കാവേരിയും യമുനയും അകത്തേക്ക് പോവാണ്. തുടർന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നിള അകത്തേക്ക് ഓടി പോവാണ്. അങ്ങനെ അവർ പോകാൻ നിൽക്കുന്ന സമയത്ത് നിള ഒരു കാര്യം മറന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടി പോവാണ്. എല്ലാവരും നിള എന്തിനാണ് പോയത് എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അരവിന്ദൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് നിള പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടം വരികട്ടോ. അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കാവേരിയും ഗംഗയും യമുനയൊക്കെ. ആ സമയത്ത് ബാങ്കുകാർ വീട് പൂട്ടിയിട്ട് വീട് സീൽ ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ അരവിന്ദൻ്റെ ഫോട്ടോ ചേർത്ത് പിടിച്ച് കരയാണ് ശാരദ. കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മേ നമ്മൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോവുക, എനിക്കറിയില്ല എന്ന് പറയാണ്. ആ സമയത്ത് വിനീത് പറയുന്നുണ്ട്, അമ്മായി വാ എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ മോനെ ഞാൻ വരുന്നില്ല, വീടിനകത്ത് കഴിയരുത് എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ, പുറത്തിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ സമയത്ത് വിനീത് പറയുന്നുണ്ട്, എല്ലാം ശരിയാകും അമ്മായി, അതുവരെ നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ കഴിയാം, നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട, വാ പോകാം എന്ന് പറഞ്ഞ് ശാരദയെ ചേർത്ത് പിടിച്ച് വിനീത് മുന്നോട്ട് നടക്കുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, ശാരദയെ തൽക്കാലം നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് വരാം, വിനീതിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ വേണ്ട അങ്കിൾ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറയാണ് വിനീത്. എന്നിട്ട് ശാരദയോട് പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ വിനീതിൻ്റെ ഒപ്പം ഈ വീട് നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയാണ്. എന്നിട്ട് പൊട്ടിക്കരയുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിനീതും നിവിനും കൂടി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ട് വിനീത് തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. സുജാത കാര്യം അന്വേഷിക്കുന്ന സമയത്ത് അപ്പോൾ ഇവരിങ്ങനെ എല്ലാവരും കൂടി വരുന്ന സമയത്ത് സുജാത സിറ്റ് ഔട്ടിലുണ്ട്. അപ്പോൾ എന്തപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്, ഇങ്ങനെ മരിച്ചിട്ട് ഒരാഴ്ചയായല്ലേ ആയുള്ളൂ, വീട്ടിൽ നിന്ന് എങ്ങനെ പോകാൻ പാടില്ല എന്നറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് സുജാത ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ വിനീതാണ് പറയുന്നത്, അമ്മേ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി, വീട് ജപ്തി ചെയ്യുന്ന കാര്യം ഒരു നോട്ടീസ് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ബാങ്കുകാർ വന്ന് വീട് ജപ്തി ചെയ്തു എന്ന് പറയണം. ഇത് കേട്ടിട്ട് സുജാത പറയുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ടകാലമായി പോയത്, ഭർത്താവും പോയി ഇപ്പോൾ വീടും പോയി എന്ന് പറയണം. ഓ അത് ശരി, വീട് പോയത് കൊണ്ടല്ലേ ഇവിടെ വന്നത്, ഞാൻ വിചാരിക്കുകയായിരുന്നു ഈ പണക്കാർ എല്ലാവരും കൂടിയിട്ട് എന്തിനാ എൻ്റെ വീട്ടിലേക്ക് വന്ന് നിൽക്കുന്നത് എന്ന്. ഓണവും വിഷു ഒക്കെ വന്നാൽ പണക്കാരനായ അങ്ങനെ അരവിന്ദൻ്റെ ഫാമിലി ജയപാലൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത്, എല്ലാവരും അവിടെയല്ലേ ഒത്തുകൂടുക, അമ്മ എന്താ ഈ പറയുന്നത് എന്ന് വിനീത് ഇങ്ങനെ ചോദിക്കുമ്പോൾ സുജാത പറയാണ്, നീ മിണ്ടാതിരിക്കടാ, ഇവരൊക്കെ വലിയ പണക്കാരല്ലേ, നമുക്ക് അത്രയും പണമൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഗംഗയെ നിനക്ക് തരില്ല എന്ന് പറഞ്ഞത്, ഇപ്പോൾ കണ്ടോ ദൈവം ഇവരെ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നേ എന്ന് നോക്കി, എവിടെയാണ് ഇവർ നിൽക്കുന്നത്, അമ്മ എന്താ ഈ പറയുന്നത് എന്ന് വിനീത് വീണ്ടും ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, അമ്മേ വാ നമുക്ക് പോകാം എന്ന് പറയാണ്. അങ്ങനെ അവർ തിരിച്ചു പോകാനായിട്ട് നിൽക്കുമ്പോൾ വിനീത് അവരെ വീണ്ടും തടഞ്ഞു നിർത്തണം, അമ്മായി ഞാൻ പറയുന്നത് കേൾക്ക്, ഗംഗ യമുനെ നിളെ കാവേരി നിങ്ങൾ അകത്തേക്ക് വാ, അമ്മായി ദയവ് ചെയ്ത് അകത്തേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയണം. അങ്ങനെ സുജാതയുടെ അരികിലേക്ക് വന്നിട്ട് വിനീത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് കുറച്ചെങ്കിലും
വിവരമുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, അമ്മയുടെ സഹോദരൻ്റെ കുടുംബമല്ലേ എന്ന് പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്, സഹോദരൻ ഇല്ല, പിന്നെയാണോ സഹോദരൻ്റെ കുടുംബം? അങ്ങനെ സുജാത അവരെ വീണ്ടും അപമാനിക്കുമ്പോൾ ഗംഗ പറയണം, അമ്മേ നമുക്ക് പോകാം. സുജാതയെ മാറ്റി നിർത്തി വിനീത് പിന്നീട് മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുകയാണ്, അമ്മ എന്താ ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തതുപോലെ ആയത്? സുജാത പറയുന്നുണ്ട്, പണവും സൗകര്യവും ഒക്കെ ഉള്ളപ്പോൾ എന്തോ ഒരു അഹങ്കരിച്ചതാണ്, ഇപ്പോൾ എല്ലാം പോയില്ലേ, നടു റോഡിൽ നിൽക്കുകയല്ലേ. ഇത് കേട്ട് കരയാണ് കാവേരിയും ഗംഗയും ഒക്കെ. വിനീത് പറയുന്നുണ്ട്, അമ്മ ഞാൻ അമ്മയുടെ കാല് പിടിക്കാൻ, ദയവ് ചെയ്ത് ഒന്നും മിണ്ടാതെ നിൽക്ക്. സുജാത പറയുന്നുണ്ട്, ഇത്രയും പേർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ? നിനക്ക് അവൻ പെണ്ണിനെ തന്നില്ലല്ലോ. വിനീത് പറയുന്നുണ്ട്, അമ്മ വീട് തിരിച്ചെടുക്കുന്നത് വരെ 1-2 ദിവസം മാത്രം അവരിവിടെ താമസിക്കട്ടെ, അമ്മയൊന്നും മിണ്ടാതെ നിൽക്ക്. അമ്മയുടെ ആങ്ങളുടെ കുടുംബമാണ്, അമ്മാവൻ ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും, ദയവ് ചെയ്ത് അവരെ കരയിപ്പിക്കല്ലേ. ഇത് കേട്ട് സുജാത ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ശാരദയുടെ അരികിലേക്ക് ചെന്ന് കയ്യിൽ പിടിച്ച് വിനീത് പറയുന്നുണ്ട്, അമ്മായി വാ, അകത്തേക്ക് വാ, ഞങ്ങൾ പോയിക്കോളാം മോനെ എന്ന് ശാരദ പറയുമ്പോൾ വിനീത് പറയണം, അമ്മായിക്ക് അമ്മയെ പറ്റി അറിയാമല്ലോ, ദേഷ്യം കാണിക്കുകയാണ്, കാര്യമായിട്ട് എടുക്കണ്ട, അമ്മ പറഞ്ഞതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കണം, നിങ്ങൾ എവിടെയും പോകണ്ട, എല്ലാം ശരിയാകുമാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടി അകത്തേക്ക് പോവുകയാണ് വിനീത്. പിന്നീട് ജയബാലനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് കാവേരി കേട്ടോ. അപ്പോൾ പ്രവീണ പറയുന്നുണ്ട്, ജയബാലേട്ടൻ എല്ലാം പറഞ്ഞു, നീ അകത്തേക്ക് വാ, അങ്കിൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവീണ പറയണം, ഉണ്ട് മോള്, അകത്തേക്ക് വാ, നിങ്ങളിപ്പോൾ എവിടെയുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ വിനീതേട്ടൻ്റെ വീട്ടിലാണ് എന്ന് പറയണം. ആ സമയത്താണ് ജയബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രവീണെ, ഞാൻ അവരെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചതാണ്, അപ്പോഴേക്കും വിനീത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നത്. കാവേരി ചോദിക്കുന്നുണ്ട്, അങ്കിൾ ബാങ്കുകാരുമായിട്ട് സംസാരിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കണ്ടായിരുന്നോ, പണം അടച്ചിട്ട് വീട്ടിൽ കയറി താമസിച്ചോളാനാണ് അവർ പറഞ്ഞത്. ഇത് കേട്ട് കാവേരി ചോദിക്കുകയാണ്, സമയം തരില്ലേന്ന് ചോദിക്കുമ്പോൾ അവർ നമുക്ക് സമയം ഒരുപാട് തന്നതായിരുന്നു, 2-3 ദിവസം അവിടെ തന്നെ താമസിക്കും, എങ്ങനെയെങ്കിലും വീട് തിരിച്ചു പിടിക്കാമോ എന്ന് നോക്കാം എന്നൊക്കെ പറയണം. കാവേരി ചോദിക്കുന്നുണ്ട്, സത്യമായിട്ടും അച്ഛൻ ക്യാഷ് അടച്ച് തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജയബാലൻ പറയാണ്, ഇവർ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്, ഞാൻ എന്താ അയച്ച പണം സ്വന്തമാക്കി വെച്ചിട്ട് കള്ളം പറയുകയാണോ? അവന് അവിടെ ജോലി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പണം അയക്കാൻ പറ്റാതായത്, ഇനി നമ്മൾ എന്താ ചെയ്യുക എന്ന് കാവേരി ചോദിക്കുമ്പോൾ ജയബാലൻ പറയുന്നുണ്ട്, ലോൺ അടയ്ക്കണം, അതിന് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു വഴി, എൻ്റെ കയ്യിലും പണമൊന്നുമില്ല, അതാണ് ഒരേ ഒരു വഴിയുള്ളത്, ലോൺ അടയ്ക്കണം എന്നുള്ളത്, പക്ഷേ എൻ്റെ കയ്യിലും പണമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാം നോക്കിയേനെ, എങ്ങനെയെങ്കിലും പണം ശരിയാക്കി എടുക്കാം എന്ന് പറയണം. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സംശയത്തോട് കൂടിയിട്ട് ജയബാലനൊന്ന് നോക്കിയിട്ട് കാവേരി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കാവേരി പിന്നീടാണെങ്കിൽ വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. കാവേരി വീട്ടിലെത്തുന്ന സമയത്ത് ഗംഗ ചോദിക്കുന്നുണ്ട്, എന്തായി കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ, ഇങ്ങനെ പൈസ അടച്ചാൽ മാത്രമേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുള്ളൂ, നമുക്ക് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണം, പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കണം എന്നൊക്കെ പറയണം. അതേ സമയത്താണെങ്കിൽ സുജാതയുടെ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ശാരദയും മക്കളും ഒരുപാട് അപമാനമൊക്കെ സഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.